ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അപ്പുമോളാണ് കേട്ടോ. അപ്പുമോൾ ഓടി വന്ന് വേദയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക. ഇന്ന് എന്താ ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിച്ചപ്പോൾ, എന്നാലും എന്നെ വെക്കേഷൻ ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് തോന്നിയല്ലോ, അതുകൊണ്ടാ സന്തോഷം എന്ന് പറഞ്ഞു. അതെ, അപ്പുമോള് ഞാൻ പറയുന്നത് പോലെ ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ അത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് ഒരാളോട് ചോദിക്കണം. ആരോടാ ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചു. അതെ, അതൊക്കെ ഞാൻ ഒരാളോട് ചോദിക്കണം. അതെങ്ങനെ വേണോന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. ആരോടാന്ന് പറ ചെറിയമ്മേ. എന്താ പറയാ, ഡിങ്ക ഭഗവാനോട്. ഡിങ്ക ഭഗവാനോ? അതങ്ങനെ ഒരു ഭഗവാനുണ്ടോ? പിന്നെ അങ്ങനെ ഒരാളുണ്ട്. പരമശിവനെക്കാളും വലിയതാണോ? അയ്യോ, അത് ശരിക്കുള്ള ഭഗവാൻ. അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? നീ ആള് കൊള്ളാലോടി കാന്താരി എന്ന് പറഞ്ഞു. അല്ല, വേദ ചെറിയമ്മ എന്തിനാ ഇവിടെ കിടക്കുന്നത് വെറുതെ? എന്നാ വേദ ചെറിയമ്മയുടെ കൂടെ ഞാനും കിടക്കട്ടെ. കിടന്നോ, പിന്നെന്താ? വേദ ചെറിയമ്മ കൊറേ കഥകൾ പറഞ്ഞുതരാം. വേദ ചെറിയമ്മയ്ക്ക് കൊറേ കഥ അറിയാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. കൊറേയൊന്നും അറിയില്ല, എന്നാലും കുറച്ചറിയാം. എന്നാ ഒരെണ്ണം ഇപ്പൊ പറയോ? പറയാലോ, കഥ പറയാം. പക്ഷേ അവസാനം വേദ ചെറിയമ്മ ചോദ്യത്തിന് ഉത്തരം തരണം. സമ്മതിച്ചോ? ഇപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. എന്ത്? വിക്രമാദിത്യ കഥകളില് കഥ പറഞ്ഞാൽ വേതാളം ചോദ്യം ചോദിക്കും, ശരിയല്ലേ? വേദ ചെറിയമ്മ വെറുതെ അല്ല ചെറിയച്ഛൻ വേതാളം എന്ന് വിളിക്കുന്നത്, അല്ലേ? എടി കാന്താരി, നീ കൊള്ളാലോ. അപ്പൊ ഞാൻ കഥ പറയാം. ബാ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പുമോളെ അടുത്ത് പിടിച്ചിരുത്തി വേദക്കാർ പറയുക. ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ ഒരു കുതിരപ്പുറത്ത് പോവായിരുന്നു. വഴിയിൽ വെച്ച് നടന്നു പോകുന്ന ഒരാളെ കണ്ടു. ഒരുപാട് നടന്ന് അയാൾ വളരെ ക്ഷീണിച്ചിരുന്നു. കുതിരക്കാരനോട് അയാളോട് ഒരു ലിഫ്റ്റ് ചോദിച്ചു. ശരി, കുതിരക്കാരൻ പുറകി കയറിക്കൊള്ളാൻ എന്ന് പറഞ്ഞു. അപ്പൊ കുറെ കഴിഞ്ഞ് അവര് ഒരു ടൗണിലെത്തി. ഇറങ്ങിക്കോളാൻ കുതിരക്കാരൻ പറഞ്ഞു. പക്ഷേ അയാള് പറയാ ഇറങ്ങാൻ കൂട്ടാക്കിയില്ലാട്ടോ. മാത്രമല്ല ആ കുതിര അയാളുടേതാണെന്നും അയാൾ വാശി പിടിച്ചു. അയ്യോ, എന്നിട്ടോ? തർക്കം കോടതിയിലെത്തി. ജഡ്ജി അവരോട് കുതിരയെ കോടതി വളപ്പിൽ കെട്ടിയിടാൻ പറഞ്ഞു. എന്നിട്ട് പിറ്റേന്ന് വരാൻ പറഞ്ഞു. പിറ്റേന്ന് വന്നപ്പോ ജഡ്ജി ഇരുവരെയും ഒരു കുതിരാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കുറേ കുതിരകൾ ഉണ്ടായിരുന്നു. ജഡ്ജി അവരോട് സ്വന്തം കുതിരയെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. കുതിരക്കാരൻ വളരെ പെട്ടെന്ന് സ്വന്തം കുതിരയെ കണ്ടുപിടിച്ചു. മറ്റേയാൾക്ക് പറ്റി കാണില്ല, അല്ലേ? മറ്റേയാളും ആ കുതിരയെ തന്നെ കണ്ടുപിടിച്ച് അത് തന്റെ കുതിര തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോഴോ? പക്ഷേ ജഡ്ജി ആ കുതിരക്കാരന് തന്നെ കുതിരയെ കൊടുത്തു. എന്നിട്ട് കുതിരയെ തട്ടിയെടുക്കാൻ നോക്കിയ ആൾക്ക് 50 ചാട്ടവാർ അടിയും കൊടുത്തു. അതെങ്ങനെ കണ്ടുപിടിച്ചു? അതാണ് ചോദ്യം. അതെ, കുതിര ശരിക്കും ആരുടേതാണെന്ന് ജഡ്ജി എങ്ങനെ കണ്ടുപിടിച്ചു അപ്പുമോളെ? പറയോ? അപ്പൊ കുറച്ചു നേരം ആലോചിച്ചു. ഈ സമയത്ത് ശ്രീജ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ഞാൻ തോറ്റു, ചെറിയമ്മ തന്നെ പറ. ജഡ്ജി നോക്കിയത് ആ കുതിരയോ കൂടെ വന്ന ആളെയോ ആയിരുന്നില്ല. പക്ഷേ കുതിരയെ തന്നെ നോക്കി. എന്താ കാരണം? ഉടമസ്ഥൻ അടുത്ത് വന്നപ്പോ ആ കുതിരയ്ക്ക് മനസ്സിലായി കാണും. അത് ജഡ്ജിക്ക് മനസ്സിലായി, അല്ലേ? മിടുക്കി. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് അപ്പുമോക്ക്? ആരൊക്കെ പിടിച്ചു പറിക്കാൻ നോക്കിയാലും മാറ്റി നിർത്തിയാലും ശരിക്കുമുള്ള സ്നേഹം പരസ്പരം തിരിച്ചറിയുക തന്നെ ചെയ്യും. സ്നേഹിക്കുന്നവരാരായാലും അവര് ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ അപ്പുമോക്ക്? വേദ ഈ പറഞ്ഞതിലാ എന്റെയും വിശ്വാസം എന്ന് ശ്രീജ പറയാ. അവസാനം അങ്ങനെ വരൂ ശ്രീജയെടുത്തി. ശരിക്കുമുള്ള സ്നേഹത്തിന് അകന്നു മാറാൻ പറ്റില്ല. അതെ മോളെ, നമുക്ക് കിടക്കാൻ പോകാം. ഞാൻ ഇന്ന് വേദച്ചെറിയമ്മയുടെ കൂടെയാ. ഇന്ന് ഞാൻ അവിടെയാ കിടക്കുന്നത്. അയ്യോ മോള് ചെല്ലാം. ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ കിടക്ക്. നാളെ ചെറിയമ്മയുടെ കൂടെ കിടക്കാം. മാത്രമല്ല ചെറിയച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുമില്ല. എന്നിട്ടേ ചെറിയമ്മ ഉറങ്ങുള്ളൂ. അതുകൊണ്ട് മോള് ചെല്ല് എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ശ്രീജ ആ മോളെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ വേദ വിക്രത്തിനെയും കാത്തിങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ നമ്മുടെ വിശ്വം അവിടെ നിൽക്കുക, കിടക്കാനുള്ള തത്രപ്പാടില്ല. അപ്പൊ മോൾ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ആരിത്? മോളെ, അച്ഛന്റെ ചുന്തിരിക്കുട്ടി എവിടെയായിരുന്നു? കാണുമ്പോൾ ഈ സ്നേഹപ്രകടനം മാത്രമേ ഉള്ളൂ മോളെ, വിശ്വസിക്കണ്ട. എന്താ ശ്രീജെ, കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറയല്ലേ ശ്രീജെ?
ഓ ഇനി ഞാനൊന്നും പറയുന്നില്ലേ, മോള് പറ. ഞാൻ വേദചെറിയമ്മ എടുത്തുണ്ടായിരുന്നു. എന്നിട്ടോ വേദചെറിയമ്മ കഥയൊക്കെ പറഞ്ഞു തന്നോ? വേദചെറിയമ്മ കഥയുടെ അർത്ഥം എന്താന്ന് അച്ഛൻ അറിയോ? പറ കേൾക്കട്ടെ. സ്നേഹമുള്ളവര് തമ്മിലെ പിരിയാതിരിക്കൂ എന്ന്. അതെ, സ്നേഹത്തിന്റെ വില എന്ന് പറയുന്നത് അത് തന്നെയാ. അപ്പൊ അച്ഛൻ എന്തായി എന്നോട് പിരിഞ്ഞിരിക്കുന്നത്? എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണോ എന്നായിരുന്നു അപ്പുമോളുടെ അടുത്ത ചോദ്യം. അല്ല, അപ്പുമോളെ കാണാൻ വരാത്തത് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അമ്മേ? അപ്പോഴേക്കും ശ്രീജയ്ക്ക് സങ്കടം വന്നു കേട്ടോ. അപ്പൊ ശ്രീജ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്ന് പറഞ്ഞു. നീ അതിനിപ്പോ കരയേണ്ട ആവശ്യം എന്താ ശ്രീജെ? മോളൊരു ചോദ്യം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും മോങ്ങാൻ തുടങ്ങണോ? നിങ്ങൾക്ക് ആ ചോദ്യം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആ കേട്ടിട്ട് ഒരു വിഷമം തോന്നുന്നില്ലേ? നമ്മൾ ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുന്നത് കരഞ്ഞു വിളിച്ച് കുളമാക്കണോന്നാ ചോദിച്ചത്. അമ്മ കരയുന്നതിന് കാരണം അച്ഛൻ തന്നെയാ. അച്ഛൻ ജോലിക്ക് പോകാത്തത് കൊണ്ടല്ലേ അമ്മ എന്നെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നത്. അച്ഛൻ പണിക്ക് പോയി തുടങ്ങിയ എനിക്കിവിടെ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാലോ, അല്ലേ അമ്മേ? അതിനി ഉണ്ടാവാൻ പോകുന്നില്ല മോളെ. ശ്രീജേ, എന്താ അച്ഛൻ എന്താ ജോലിക്ക് പോകാത്തത്? മടിയാണോ എന്ന് ചോദിച്ചു. അത് ഒന്നുമില്ല മോളെ. എനിക്ക് മനസ്സിലായി. അതെ, അച്ഛന് മടിയാണെന്ന് മുത്തശ്ശനും മാമനും ഒക്കെ പറയുന്നത് മടിയാണെന്നാ പറയണത്. മടിയൊന്നുമില്ല മോളെ. അപ്പൊ നാളെ അച്ഛൻ ജോലിക്ക് പോവോ? നാളെ എന്ന് പറയുമ്പോ ഒരു ജോലിയൊക്കെ വേണ്ടേ മോളെ? അതെ, മാമൻ അവിടെ ദിവസവും ജോലി ഉണ്ടല്ലോ. എല്ലാ പണിക്കും മാമൻ പോവുകയും ചെയ്യും. അയ്യോ, എല്ലാ പണിയും അച്ഛൻ ചെയ്യില്ല മോളെ. അതെന്താമ്മേ എന്ന് ചോദിച്ചു. അതെ, അതൊന്നുമില്ല മോള് കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ഓരോന്ന് കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തിട്ട് അവള് പറയുന്ന കേട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല വിഷയട്ടാ. അവളോട് കാരണം അല്ലെങ്കിൽ അവളുടെ മുന്നില് ഒരു യോഗ്യതയും വിഷയം ഇല്ലതാനും എന്ന് പറഞ്ഞു. എന്നാലും ഇതൊരുമാതിരി മോളെ നോക്കുന്നതിന് കണക്ക് പറയുന്നത് പോലല്ലേ? നിങ്ങളുടെ ജോലിയും കൂലിയും ഇല്ലാത്തതിന് അച്ഛൻ കണക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോഴോ? അല്ല, അതെങ്ങനെയാ? അത് കേട്ട് തഴമ്പിച്ചല്ലോ. എന്നാലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയല്ലേ ശ്രീജെ. അവര് മോളെ നോക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല പറയണത്. അവൾക്ക് ശരിക്കും എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള വേദന കൊണ്ടാ. വഴക്കിടല്ലേ അമ്മേ. അച്ഛാ വഴക്കിടണ്ട എന്ന് പറഞ്ഞു അപ്പുമോള്. ഇല്ലടാ മോളെ, അമ്മ കാര്യം പറഞ്ഞതല്ലേ. അതെ, അടുത്ത വെക്കേഷൻ കഴിയുമ്പോ അച്ഛൻ എന്നെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കോ. പിന്നെ നമ്മളെന്നും ഒന്നിച്ചാവും, അല്ലേ അച്ഛാ? അത് മതി. അപ്പൊ അമ്മ എനിക്ക് എന്നും മുടിയും കെട്ടിത്തരും, അല്ലേ അമ്മേ? ശരി. അപ്പൊ അത് രണ്ടുപേരെയും ചേർത്തൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ. ശ്രീജ ഇങ്ങനെ രൂക്ഷമായിട്ടാണ് വിശ്വത്തിനെ നോക്കുന്നത്. ഒരുമാതിരി പുച്ഛഭാവത്തില് ഇയാളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നുള്ള മട്ടില്. അപ്പൊ വേദ ഇങ്ങനെ കാത്തിരുന്ന സമയത്താണ് നമ്മുടെ വിക്രമാദിത്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, എവിടെ പോയിരുന്നു? നിങ്ങള് ശ്രീനിവാസന്റെ അടുത്തേക്കായി പോയത്. സാറിനെ ആരും ഇങ്ങനെ പേരെടുത്ത് വിളിക്കാറില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു. അത് നിങ്ങളെ പോലുള്ള ഏറാമൂളികൾക്ക്, ഞങ്ങളെ പോലുള്ളവർക്ക് അതൊന്നും വേണ്ട. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വരെ ഞങ്ങളെ പേരെ വിളിക്കാറുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായി? വാർത്തയിൽ കേട്ടതുപോലെ നിങ്ങളായിരിക്കുമോ പാർട്ടിയുടെ യൂത്ത് വിങ് സെക്രട്ടറി? എന്താ നിനക്കൊരു പരിഹാസം? അയ്യോ, എന്ത് പരിഹാസ? നിങ്ങളെപ്പോലുള്ളവരെ നേതാക്കളാക്കി ഉയർത്താനായിട്ട് നിൽക്കുന്ന പാർട്ടിയോട് പരിഹാസമോ? സഹതാപമുള്ളൂ സഖാവേ. എന്നാ സഖാവ് പോയി മേല് കഴിയിട്ട് വന്നോളൂ. ഭക്ഷണം എടുത്തു വയ്ക്കാൻ. മറ്റു വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കുന്നത് പോലെ ഉപയോഗിക്കാനുള്ള വാക്കല്ലത്. അതെനിക്കറിയാം. പക്ഷേ അത് അർഹിക്കുന്നവരെ വിശേഷിപ്പിക്കാനുള്ളതാണ് എങ്കിൽ നിങ്ങൾ വാക്ക് ഉപയോഗിക്കുന്നവർ പോലും അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. വിക്രമികളും ഗുണ്ടകളും രാഷ്ട്രീയക്കാരായി മാറിയാൽ അവരെ ഗുണ്ടാത്തല്ല രാഷ്ട്രീയ സമരമായി മാറുമോ സഖാവേ? ദേഷ്യപ്പെട്ട് വിക്രം പോവാ. ദേഷ്യപ്പെട്ട് പോയല്ലേ. ഒരു കാര്യം പറയാനുണ്ട്. അതെ, നിങ്ങൾ പുതിയ നേതാവാകാനുള്ള അനുഗ്രഹം വാങ്ങാൻ പോയപ്പോ നിങ്ങളുടെ അച്ഛൻ ഒന്ന് വീണു. എങ്ങനെ? ആ പുമോക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പോയതാ. ഒരു ഓട്ടോ തട്ടി അത്രേ. ആണോ? അപ്പൊ വേഗം തന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് വേഗം വിക്രം ചെന്ന് അച്ഛന്റെ മുറിയിൽ ചെന്നിങ്ങനെ നോക്കുകയാണ് അച്ഛൻ എന്താ സംഭവിച്ചത് എന്നറിയാനായിട്ട്. ആൾക്ക് നല്ല വിഷമമൊക്കെ വന്നു കേട്ടോ വേഗം. പക്ഷെ എന്നിട്ട് അമ്മ ചോദിച്ചു വിളിക്കണോ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞു. ഭക്ഷണം എടുക്കട്ടെ എന്ന് വേദ ചോദിച്ചപ്പോ വേണ്ട, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. വിക്രത്തിനെ കണ്ടപ്പോ സന്തോഷമായി. വിക്രം പുറത്തേക്ക് ചെല്ലുമ്പോ അവിടെ നിൽക്കുകയാണ് നമ്മുടെ വിശ്വം. എടാ, അന്ന് നീ അച്ഛന്റെ പിറന്നാളിന് വസ്ത്രം വാങ്ങാൻ വേണ്ടി എന്ത് ജോലിക്കാ പോയത്?
അത് അരിച്ചാക്ക് ചുമക്കാൻ വിഷുവിന് പോണോ? അയ്യോ, ചാക്ക് ചുമന്നിട്ടാണോ? അല്ല, എന്താ ഞാൻ ഏർപ്പാടാക്കി തരണോ? വേണ്ട. ശരി, അരിച്ചാക്ക് ചുമക്കാൻ ചുമടെടുക്കാനൊന്നും നമ്മുടെ ആരോഗ്യം പറ്റില്ല. എന്ത് ചെയ്യും? പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണനെയും പിന്നെ ഭാര്യനെയാണ് കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരിട്ട്, അതെ പത്മ അങ്ങോട്ടേക്ക് വന്നു, വെള്ളവും മരുന്നൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അതെ, ഞാനും അമ്മയും കൂടി നാളെ വേദിയിൽ പോയി ഒന്ന് കണ്ടാലോന്ന് അമ്മ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ട് ശങ്കരേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തേ ഇപ്പൊ പറയാനുള്ളത്? പോകുന്നതിന് ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? എന്തിന്? അതിന്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചു വേഗം. ആള് ഭയങ്കര മാന്യനായി. ഇഷ്ടനും ഇഷ്ടക്കേടും ദേഷ്യവും പകയും ഒക്കെ കൊണ്ട് ജീവിച്ചിട്ട് അവസാനം വെറും ചാരം മാത്രമായി തീരാനായിട്ടല്ലേ പത്മം? എന്തിന്? ഇത്രയും കാലം സൂക്ഷിച്ച എല്ലാ ദുഷിപ്പുകളെയും ദഹിപ്പിക്കാൻ ആ ചാരം പൂശി പരമശിവൻ പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാര്യം കാശിയിലാണ് എനിക്കത് ബോധ്യപ്പെടുത്തിയത്. അവളോട് ദേഷ്യവും വെറുപ്പും ദഹിച്ചു തീർന്നു എന്നല്ലേ അർത്ഥം? വെറുപ്പോ? എനിക്ക് ഒരിക്കലും വെറുപ്പുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ദേഷ്യം അതുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറ. എടുത്തു ചാടി മറുപടി പറയണ്ട, നന്നായി ആലോചിച്ച ശേഷം പറഞ്ഞാൽ മതി. പിന്നീട് അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടാനും പാടില്ല. നീ ചോദിക്കു പത്മ. അവളുടെ ഇഷ്ടപ്രകാരം അവൾ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. അത് നമുക്ക് കൂടി എല്ലാവരുടെ മുൻപിൽ വെച്ച് അതൊന്ന് അംഗീകരിച്ചാൽ എന്താന്നാ അമ്മ ചോദിക്കുന്നത്. അല്ല, വിക്രത്തിന്റെ വീട്ടിനോട് സംസാരിച്ച് രണ്ട് വീട്ടുകാരും സഹകരിച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ അറിയിച്ച് ഒരു താലികെട്ട്. അത് താലികെട്ട് ചെയ്താലോ നമുക്ക്? ഇനിയും കല്യാണമോ? നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ വിവാഹം നടന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛനും അമ്മയും എന്ന നിലയിൽ അത് കാണാമെന്ന് നമുക്കും ആഗ്രഹമില്ലേ? എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു നിമിഷം നമ്മുടെ ഉള്ളിലും വേണ്ടേ? എന്തു പറയുന്നു? എന്താ ഒന്നും മിണ്ടാത്തത്? ആദ്യം നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് അവളെ കാണാം. ആ വീട്ടുകാരുടെ മനസ്സും ആറ്റിറ്റ്യൂഡും ഒക്കെ എന്താണെന്ന് അറിയാം. അതിനുശേഷം എന്നിട്ടാകാം മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്നത്. അത് മതി. എന്തായാലും നിങ്ങൾ ഇത്രയും പോസിറ്റീവ് ആയതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. എന്നാൽ ഞാൻ അമ്മയോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് വേഗം പത്മ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ പുറത്ത് ദേണ്ട ശ്രീകാന്ത് കാത്തു നിൽപ്പുണ്ട്. അപ്പൊ ശ്രീകാന്ത് ചോദിക്കും, അച്ഛൻ ഉറങ്ങിയോ അമ്മേ? അച്ഛനെ ശല്യപ്പെടുത്തണ്ട, നീ കയറി പാടാ ശ്രീകാന്തേ എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് അകത്തേക്ക് പോയി. അല്ല അച്ഛൻ കാശി പോയി വന്നിട്ട് ഇത്രയ്ക്ക് മാറുമോ അച്ഛ? അച്ഛൻ ശരിക്കും മാറിയത് തന്നെയാണോ? എനിക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. കാശി മരണത്തിന്റെ ഭൂമിയാണ്. അവിടുത്തെ അധിപൻ പരമശിവനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേദയും അമ്മയും ആരാധിക്കുന്ന അതേ മഹേശ്വരൻ സംഹാരത്തിന്റെ ദൈവം. അതുകൊണ്ട് മനുഷ്യർക്ക് മരണവുമായിട്ടുള്ള വരുന്നത് കാലനാണെങ്കിൽ പരമശിവൻ കാലന്റെയും കാലനാണ്, മഹാകാലൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിക്രം ജീവിതത്തിലെ എല്ലാ കാലത്തും ഇതേപോലെയാണ് ജീവിക്കുന്നതെങ്കിൽ എന്റെ മകളുടെ ജീവിതം ദുരന്തമാകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ പകരം അവൻ നല്ല രീതിയിൽ ജീവിതത്തിൽ യോഗ്യനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അവളുടെ ഇഷ്ടത്തിൽ തന്നെ ഞാൻ പ്രാധാന്യം നൽകും. അതൊരിക്കലും സംഭവിക്കില്ല. ആ ശ്രീനിവാസൻ അവനെ പാർട്ടിയുടെ കീഴിൽ കൊണ്ടുവന്നത് തന്നെ അയാളുടെ അധോലോക പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാ. നീ തെളിയിക്ക്, നമുക്കെന്നിട്ട് തീരുമാനമെടുക്കാം. പക്ഷെ ജീവിതവും മരണവും ഒന്ന് തന്നെയാണെന്ന് കാലന്റെ കാലൻ എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് നീ ചെല്ല് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വഴിയെ പോകുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ സുധാകരൻ മാഷിനെയാണ്. മാഷ് എന്തോ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് വിശ്വം അങ്ങോട്ടേക്ക് വന്നു. അച്ഛാ എന്ന് വിളിച്ചു. എന്താ അച്ഛാ? എനിക്ക് ഒന്ന് പുറത്തു വരെ പോണായിരുന്നു. അതിനെന്താ? ഞാനിനി അതിനും കാശ് തരണം എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, കാശിന്റെ കാര്യം അല്ല, പൈസക്കൊന്നും അല്ല അച്ഛാ. പിന്നെന്തു വേണം എന്ന് ചോദിച്ചു. അല്ല, അച്ഛന്റെ സൈക്കിൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. എന്തിനാ ഇപ്പോ? അല്ല, പുറത്തു വരെ ഒന്ന് പോവാനായിരുന്നു. എന്നാ ബസ്സിൽ പോയാ പോരെ? ഇത് അങ്ങനെ ബസ്സിൽ പോകാൻ പറ്റുന്ന സ്ഥലം അല്ല അച്ഛാ. എടുക്കുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അതിന്റെ ചെയിൻ ഇടയ്ക്ക് തെറ്റുന്നുണ്ട്. അത് ഞാൻ ശരിയാക്കിക്കോളാം അച്ഛാ. ശരി എന്നാ എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ വേഗം സന്തോഷത്തോടു കൂടി തന്നെ വിശ്വൻ ആ സൈക്കിൾ എടുത്തോണ്ട് പുറപ്പെടുകയാണ്. ഈ സമയത്താണ് നമ്മളെ വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി വരുന്നത്. അപ്പൊ മോളെ അന്നേരം ഓടിക്കളിക്കുക കേട്ടോ. അപ്പൊ പുറകെ ഓടിയ വീഴും അപ്പൊ മോളെ എന്ന് പറഞ്ഞ് വേദയും അങ്ങോട്ടേക്ക് വരികയാണ്.
അപ്പൊ വേദ ഓടിച്ചെന്നു മുത്തശ്ശി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തില് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, അമ്മയുടെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നന്നായിരുന്നു. ഏതായി കുട്ടി? ഇത് എന്റെ മോളാ എന്ന് പറഞ്ഞു. അപ്പോ ശ്രീജ അടുത്തിടെ വീട്ടിൽ നിന്നാ പഠിക്കുന്നത്? വെക്കേഷന് വന്നതാ? അല്ല, വേദ കൂട്ടിക്കൊണ്ടു വന്നതാ. അതാ ശരി, ഞാൻ അമ്മയെ വിളിക്കാം. വാ മോളെ. അല്ല, ഇങ്ങനൊരു മോള് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് എങ്കിലും വാങ്ങിയിട്ട് വരുമായിരുന്നു. അയ്യോ, അത് സാരമില്ല, ഇവക്കല്ലെങ്കിലും ചോക്ലേറ്റ് തീറ്റി ഇത്തിരി കൂടുതലാ. എത്രാം ക്ലാസ്സിലാ മോള്? 5ലാ. ആഹാ, എന്നിട്ടാണോ അമ്മ ചോറ് വാരി തരുന്നത്? നല്ല കുട്ടിയായിട്ട് തനിയെ വാരി കഴിക്കണ്ടേ? ഞാൻ എന്റെ കൊതിക്ക് വാരി കൊടുക്കുന്നതാ. അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാ അവളിപ്പോ ഓടുന്നത് തന്നെ. ആണോ? അപ്പോഴേക്ക് കമല അങ്ങോട്ടേക്ക് വന്നു. ഭയങ്കര സന്തോഷമായി. ഇതെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വാ എന്ന് പറഞ്ഞു. ഇരിക്ക് എന്ന് പറഞ്ഞ ഇവരെ സ്വീകരിച്ചിരുത്തി. ഈ സമയം നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. നന്ദിനി, പോയി ചായ ഇട്, അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ വേഗം തന്നെ മാഷ് അങ്ങോട്ടേക്ക് വന്നു. ആരാ നന്ദിനി ഉമ്മർത്ത്? വേദയുടെ അമ്മയും മുത്തശ്ശി ആച്ചാ വന്നിരിക്കുന്നത്. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വന്നു സുധാകരൻ മാഷ്. ഇരിക്ക്. അല്ല, സുധാകരന് സുഖമല്ലേ? എനിക്ക് എന്ത് സുഖം, 3 ആൺമക്കളും നല്ല സുഭിക്ഷമായി നോക്കുന്നത് കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. അല്ല, വിക്രമില്ലേ മോളെ? തിരക്കുള്ള ആളല്ലേ, ഒരുപാട് അടിപ്രശ്നങ്ങളും ഒക്കെ ഒത്തുതീർപ്പാക്കണ്ടേ? പിന്നെ അത് മാത്രമല്ല, ആദ്യമൊക്കെ ഫീൽഡിൽ നേരിട്ട് പോയി ഇടപെട്ട് തീർക്കായിരുന്നു. ഇപ്പൊ പാർട്ടി സപ്പോർട്ട് കിട്ടി, പ്രൊമോഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് മധ്യസ്ഥത വഹിച്ചാൽ മതിയാകും. എന്നാലും ഇടയ്ക്ക് നേരിട്ട് ഇറങ്ങേണ്ടി വരുമായിരിക്കും. ജോലി അതായി പോയല്ലോ എന്നൊരു പുച്ഛഭാവത്തിൽ സുധാകരൻ മാഷ് ഇങ്ങനെ പറയുക കേട്ടോ. മിണ്ടാതെ നിന്നു വേദിയും കമലേ. ഞങ്ങള് വന്നത് പറഞ്ഞോളൂ, അത് കേൾക്കാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മാഷേ. എന്താ കമല എന്ന് ചോദിച്ചു. അല്ല, ഇവരെ ഇങ്ങനെ ഉമ്മർത്തിരുത്തി സംസാരിക്കണോ? അയ്യോ, അകത്തേക്ക് ഇരിക്കാം. ഇവരിവിടെ ഇരുന്നത് കൊണ്ട് ഞാനും ഈ തിണ്ണയിൽ ഇരുന്നേ ഉള്ളൂ. അതിലൊന്നും കാര്യമില്ല മാഷേ. അകത്തായാലും പുറത്തായാലും കാര്യങ്ങൾ സംസാരിച്ചാ മതിയല്ലോ. അപ്പൊ ഇവരെന്ത് പറയാനാന്ന് ഓർത്ത് വേദ. കാര്യങ്ങള് ഇത്രത്തോളമായ സ്ഥിതിക്ക് വേദയുടെയും വിക്രത്തിന്റെയും കാര്യത്തില് നമ്മളെ 2 വീട്ടുകാർക്കും ഇങ്ങനെ കഴിയേണ്ട കാര്യമുണ്ടോ എന്നാ ചിന്തിക്കുന്നത്. എങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എന്നായിരുന്നു മാഷിന്റെ അടുത്ത ചോദ്യം. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.